നമസ്കാരം. ഫാർമാപ്സിൻ്റെ ഏറ്റവും പുതിയ ഫെസിലിറ്റിയായ ഡിസ്ട്രിബ്യൂട്ടർ ഡാഷ്ബോർഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. ഡിസ്ട്രിബ്യൂട്ടർ ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിലായി കാണിക്കുന്നത് ഒരു സെർച്ച് ബോക്സാണ്. ആ സെർച്ച് ബോക്സിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേരും അതുപോലെ തന്നെ അവർ അവസാനമായി പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്ത ഡേറ്റും ടൈമും ഉണ്ടാവും. അത് ഗ്രീൻ കളറിൽ കാണിക്കുന്നത് പ്രോഡക്റ്റ് അപ്ലോഡ് അതേ ദിവസം നടന്നു എന്നതിൻ്റെ മീനിങ് ആണ്. അന്നത്തെ ദിവസം പ്രോഡക്റ്റ് അപ്ലോഡ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിന് പകരം ഒരു റെഡ് കളർ ഇൻഡിക്കേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഈ സെർച്ച് ബോക്സിനകത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ആ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് AUG എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ് ഓഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഓഗ്മെൻറ്റിൻ്റെ റേഞ്ചസ് എല്ലാം നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കാണാൻ സാധിക്കുകയും അതിൻ്റെ PTR, MRP, അവൈലബിലിറ്റി മുതലായ ഡിസ്ട്രിബ്യൂഷനിലെ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓണറെ സംബന്ധിച്ചിടത്തോളം ഓൺ ദ ഗോ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ പോലും കാണാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സെർച്ച് ബോക്സ് കഴിഞ്ഞ് താഴേക്ക് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് വ്യൂഡ് ഓർഡേഴ്സ്, അതായത് ഓർഡർ ഡിസ്ട്രിബ്യൂഷനിൽ വന്നു പക്ഷേ ഓപ്പൺ ചെയ്ത് വ്യൂ ചെയ്തിട്ടില്ല. 5 ഓർഡറാണ് ഈ കാണിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറിന് പെൻഡിങ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്നത് ഈ മാസം വന്നിരിക്കുന്ന ടോട്ടൽ ഓർഡേഴ്സിൻ്റെ കൗണ്ടാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം 4418 ഓർഡറാണ് ഈ മാസത്തിൽ വന്നിരിക്കുന്നത്. 188 ഓർഡറാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറിന് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കാണിക്കുന്നത് എന്ന് പറയുന്നത് ഓർഡർ വാല്യൂ ആണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന് 2.92 CR വർത്ത് ഓർഡറാണ് ഈ മാസം വന്നിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് 10,21,699 രൂപയുടേതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇടതുവശത്തെ ഓപ്ഷനിലുള്ളത്. അതുപോലെ വലതുവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണിക്കുന്നത് ഫാർമാപ്സ് ഡ്യൂസ് ആണ്. ഫാർമാപ്സിന് എന്തെങ്കിലും മന്ത്ലി പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് ക്വിക്കായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വലതുവശത്തെ ഏറ്റവും ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റ് റീച്ച് എന്ന് പറയുന്നത് എത്രത്തോളം റീറ്റെയിലേഴ്സ് അവരുടെ പ്രോഡക്റ്റ് വ്യൂ ചെയ്തു എന്നുള്ളതിലാണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം 49,451 പ്രാവശ്യം അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് വ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്നതിൻ്റെ മീനിങ്. അതായത് ഒരു റീറ്റെയിലർ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ കാൽപോൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ 10 അല്ലെങ്കിൽ 20 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഡിസ്പ്ലേ ചെയ്യുന്ന 20 ഡിസ്ട്രിബ്യൂട്ടറിൽ ഈ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് വ്യൂ ചെയ്യുമ്പോഴാണ് ഇതിൽ ഒരു കൗണ്ട് കൂടുന്നത്. അങ്ങനെ 49,451 പ്രാവശ്യമാണ് ഈ മാസം ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോഡക്റ്റ് വ്യൂ ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ മാസം ആ ഡിസ്ട്രിബ്യൂട്ടറിന് എത്ര പ്രോഡക്റ്റ് വ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ താഴെ കാണിക്കുന്നത്. 58,605 പ്രാവശ്യമാണ് കഴിഞ്ഞ മാസം ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോഡക്റ്റ് വ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ അറിയാൻ പറ്റും. ഈ മാസവും കഴിഞ്ഞ മാസവും തമ്മിൽ റീറ്റെയിലേഴ്സ് എത്രമാത്രം പ്രോഡക്റ്റ് വ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കമ്പാരിസണാണ് ആ വിൻഡോയിൽ ലഭ്യമാകുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. അതായത് ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ റീറ്റെയിലർ പ്രോഡക്റ്റ് വ്യൂ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും 1-ാം സ്ഥാനത്ത് വരുന്നത്. അത് ആ കൗണ്ട് വെച്ചിട്ടായിരിക്കും 1-ാം സ്ഥാനത്ത് വരുന്നത്. പിന്നെ കൗണ്ട് കുറവ് വരുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ താഴേക്ക് വരും. ഇപ്പോൾ ഈ 49,451 വ്യൂ ലഭിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറിന് 3-ാമത്തെ റാങ്കാണ് ആ ജില്ലയിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്രത്തോളം ഫാർമാപ്സിൽ ആക്റ്റീവായി നിൽക്കുമോ അത്രത്തോളം അവർക്ക് മാർക്കറ്റ് റീച്ച് കൂടുകയും മാർക്കറ്റ് റീച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ പ്രോഡക്റ്റ് റീറ്റെയിലറിന് സെർച്ചിൽ ലിസ്റ്റിങ്ങിൽ അവൈലബിൾ ആവുകയും ചെയ്യുന്നു. സെർച്ചിൽ ലിസ്റ്റിങ്ങിൽ അവൈലബിൾ ആവുന്ന പ്രോഡക്റ്റ് റീറ്റെയിലർ പിന്നെ ഫാർമാപ്സ് വഴി അല്ലെങ്കിൽ ടെലഫോണിക്കലി ഡിസ്ട്രിബ്യൂട്ടറിന് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിന് മാക്സിമം മാർക്കറ്റ് റീച്ച് കിട്ടാനായി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ മുകളിൽ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ടെക്നോളജി എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കുകയും അവരെ അസിസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്കറ്റ് റീച്ച് കിട്ടാനായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മാസം എത്ര ഓർഡർ ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ജൂൺ മാസത്തിൽ 4,704 ഓർഡറാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ സെപ്റ്റംബർ മാസം ഏറ്റവും അവസാനത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസം അത് ഒരു ഗ്രീൻ കളറിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് മെനുവിൽ പോയിട്ട് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ വന്നിരിക്കുന്ന ഓർഡർ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന
ചെയ്തിരിക്കുന്ന ഓർഡർ മൊബൈലിൽ തന്നെ വ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഡിസ്ട്രിബ്യൂട്ടറിനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിസ്ട്രിബ്യൂട്ടർ ഡാഷ്ബോർഡിൻ്റെ ഫെസിലിറ്റീസ്. താങ്ക് യു.